ചിഡോബി മാർട്ടിൻ എന്ന് പറയുന്ന 16 വയസ്സുള്ള ആർസണലിൻ്റെ അക്കാഡമിയിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രൈക്കറിനെ യുണൈറ്റഡ് ചാക്കിലാക്കി പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആദ്യം ഈ ഒരു ന്യൂസ് ഹിയർവിഗോ ഇന്നലെയാണ് വന്നത് ഫബ്രീസിയോ റൊമാനോയുടെ കയ്യിൽ നിന്ന്. അപ്പം ഈ ഒരു ഹിയർവിഗോ വരുന്നതിന് മുന്നേ തന്നെ ചിഡോബി മാർട്ടിൻ ആർസണലിന് വേണ്ടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടൊരു മെസ്സേജൊക്കെ കിട്ടും. അവിടുന്ന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിടവാങ്ങൽ മെസ്സേജ് എന്നുള്ള രീതിയിലൊരു മെസ്സേജൊക്കെ ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ആ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത മെസ്സേജിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ ഉണ്ടല്ലോ ചീത്തവിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കത്തില്ല, ആ രീതിയിലുള്ള ചീത്തവിളിയാണ് ആ ഒരു പോസ്റ്റിൻ്റെ താഴെ ആർസണൽ ഫാൻസ് വന്ന് നടത്തിയിരിക്കുന്നത്. കാരണം അവരെല്ലാവരും പറയുന്ന ഈ ഒരു പ്രത്യേകിച്ച് യുണൈറ്റഡുമായിട്ടുള്ള ലിങ്ക് അല്ലെങ്കിൽ യുണൈറ്റഡുമായിട്ടുള്ള ആ ഒരു ഹിയർവിഗോയും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആർസണൽ ഫാൻസിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി ഒരു ക്യാഷ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്ലെയർ ചിന്തിച്ച് അങ്ങനെ ക്യാഷ് ഓറിയൻറ്റഡ് ആയിട്ടാണ് യുണൈറ്റഡിലോട്ട് ഈ ഒരു പ്ലെയർ പോകുന്നുള്ള രീതിയിൽ ഈ ഒരു UK ആർസണൽ ഫാൻസ് എല്ലാവരും ഭയങ്കരമായിട്ട് കമൻസ് നടത്തി അധിക്ഷേപിക്കുന്നുണ്ട്. ഈ ഒരു പ്ലെയറിനെ എയറിലാക്കി നിർത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫബ്രീസിയോ റൊമാനോ തന്നെ പുള്ളിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ഒരു ചിഡോബി മാർട്ടിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് കൊടുത്ത ഓഫറിനേക്കാളും അല്ലെങ്കിൽ വേജസിൻ്റെ കാര്യത്തിൽ കൊടുത്ത ആ ഒരു ഓഫറിനേക്കാളും വലിയ ഓഫർ ജർമ്മനിയിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളിക്ക് കുറേ കൂടെ യുണൈറ്റഡിൻ്റെ പ്രോജക്റ്റ് അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ ആ ഒരു ഫസ്റ്റ് ടീമിലേക്കുള്ള പാത്വേ ഒക്കെ കുറേ കൂടെ പാത്തുവയിലുള്ള ഒരു ക്ലാരിറ്റി അതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും യുണൈറ്റഡിനെ ചൂസ് ചെയ്തത് എന്ന് ഫബ്രീസിയോ റൊമാനോ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ടു ഫബ്രീസിയോ റൊമാനോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറിൻ്റെ കാര്യം നോക്കിയാൽ ഈ ഒരു പ്ലെയർ ശരിക്കും കഴിഞ്ഞ സീസണിൽ 18 മത്സരങ്ങളിൽ 32 ഗോളാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത്. 10 ഗോൾ ലിവർപൂളിനെതിരെ 10 ഗോൾ അടിച്ചതൊക്കെയാണ് പുള്ളി അത്രയ്ക്കും ഭയങ്കര ഒരു സെൻസേഷണൽ ടാലൻ്റൊക്കെ ആണെന്നുള്ള രീതിയിൽ പുള്ളിയെ എല്ലാവരും ഹൈപ്പ് ചെയ്യുന്ന ആ രീതിയിൽ 10 ഗോളൊക്കെ ഒരു മാച്ചിൽ അടിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻമാർക്ക് ഇൻ്റർനാഷണലാണ്. ഡെൻമാർക്കിൻ്റെ അണ്ടർ യൂത്ത് ടീമുകളെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്ലെയറാണ് ഈ ഒരു ചിഡോബി മാർട്ടിൻ. അതുപോലെ തന്നെ നമ്മുടെ ഹോയ്ലൻഡിൻ്റെ ഭാവി ടീംമേറ്റ് എന്നൊക്കെ പറയാവുന്നൊരു പ്ലെയർ. അപ്പം ഈ ഒരു ചിഡോബി മാർട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡ് പല രീതിയിൽ അപ്പം നല്ലൊരു ഓഫർ ആരും വേജസിൻ്റെ കാര്യത്തിൽ എന്താണെങ്കിലും നല്ലൊരു ഓഫർ കൊടുത്തതാണ് യുണൈറ്റഡ്. പ്ലസ് ആ ഒരു ഫസ്റ്റ് ടീമിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റൂഡ് വാൻ നിസ്റ്റൽറൂയൊക്കെ ഒത്തിരി ക്രൂഷ്യൽ റോള് പുള്ളിക്കും ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ പുള്ളിയും കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു പ്ലെയറിനെ കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ റൂഡ് വാൻ നിസ്റ്റൽറോയി ഒക്കെ ഉണ്ട്. അപ്പോൾ റൂഡ് വാൻ നിസ്റ്റൽറോയി എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കറിൻ്റെ കോച്ചിങ്ങിൽ പുള്ളിക്ക് വളരാൻ പറ്റുക എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ പല ഘടകങ്ങൾ ഒത്തുചേർത്ത് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളി ആ ഒരു ചിഡോബി മാർട്ടിൻ അങ്ങനത്തെ ഒരു ഡെസിഷൻ എടുത്തിരിക്കുന്നത്. പിന്നെ യുണൈറ്റഡിൻ്റെ അക്കാഡമി എന്ന് പറയുന്നത് യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ടീമിനെ സംബന്ധിച്ച് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 86 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രീമിയർ ലീഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ ഒരു അക്കാഡമി പ്ലെയർ എങ്കിലും യുണൈറ്റഡിന് വേണ്ടി ഫസ്റ്റ് ടീമിൽ ഇറങ്ങുന്നു എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രീമിയർ ലീഗിൽ തന്നെ ഒരു ടീമിനും അവകാശപ്പെടാൻ പറ്റത്തില്ലാത്ത ഒരു റെക്കോർഡാണ്. പിന്നെ ഈ ഒരു ഡാൻ ആഷ്വർത്തും അതുപോലെ തന്നെ ജേസൺ വിൽകോക്സും ഒക്കെ വരുമ്പോഴത്തേനും എന്താണേലും ഈ ഒരു അക്കാഡമിയുടെ ഒരു ഇമ്പോർട്ടൻസ് യുണൈറ്റഡിൽ കൂടി വരത്തേ ഉള്ളൂ. കഴിഞ്ഞ സമ്മറിൽ നോക്കിയോ, കഴിഞ്ഞ സമ്മറിൽ അണ്ടർ 18 ടീമിനെ ഭയങ്കരമായിട്ട് യുണൈറ്റഡ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ആ ഒരു സമ്മറിൽ ആ ഒരു വാട്ട്ഫോർഡിൽ നിന്ന് ഹാരി അമാസ് വന്നു. ഹാരി അമാസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് ടീമിൻ്റെ ഒരു എന്താ പറയുന്നത് പടിവാതിക്ക നിൽക്കുന്ന ഒരു പ്ലെയറാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രീ സീസണിൽ ഗെയിം കൊടുക്കുന്നു, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫസ്റ്റ് ടീമിൻ്റെ കൂട്ടത്തിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ നമ്മൾ മാൻ സിറ്റിയിൽ നിന്ന് സൈൻ ചെയ്ത ഫ്ലെച്ചർ ബ്രദേഴ്സ്, ടൈലർ ഫ്ലെച്ചറും അതുപോലെ തന്നെ ജാക്ക് ഫ്ലെച്ചറും ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും ഹൈലി റേറ്റഡ് ആയിട്ടുള്ള യുണൈറ്റഡ് അക്കാഡമിയിൽ ഏറ്റവും ഹൈലി റേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു അണ്ടർ 18 ടീമിനെ ശരിക്കും നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു യുണൈറ്റഡ് അക്കാഡമിയുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു 15-16 വയസ്സുള്ള പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ ലോകം എമ്പാടുമുള്ള ക്ലബ്ബുകളുടെ അക്കാഡമിയിൽ നിന്ന് ഈ ഒരു 15-16 വയസ്സുള്ള ഏറ്റവും ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ ഇങ്ങോട്ട് ചാക്കിട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ക്രിസ്റ്റൽ പാലസിൻ്റെ അണ്ടർ 16 ടീമിന് വേണ്ടി കളിക്കുന്ന സാമുവൽ ലുസേൽ എന്ന് പറയുന്ന ലെഫ്റ്റ് വിങ്ങറിനെ അപ്പോൾ അവരുടെ അക്കാഡമിയിലെ ആ ഒരു ഏജ് കാറ്റഗറിയിലെ ഏറ്റവും ടാലൻറ്റഡ് യങ്സ്റ്റർ അല്ലെങ്കിൽ 15 വയസ്സുകാരൻ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിനെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ചിഡോബി മാർട്ടിന് പുറകെ ഈ ഒരു പ്ലെയറിനെ കൂടി ഇപ്പോൾ യുണൈറ്റഡ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന നാളുകളിൽ നമുക്ക് ഇങ്ങനത്തെ ഏജ് കാറ്റഗറിയിലുള്ള പ്ലെയേഴ്സിനെ കൂടുതലായിട്ട് യുണൈറ്റഡ് സ്കൗട്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലെയേഴ്സിനെ സ്കൗട്ട് ചെയ്ത് യുണൈറ്റഡിലോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനിയിപ്പോൾ ആ ഒരു ചിഡോബി മാർട്ടിൻ്റെ കാര്യത്തിലോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ശരിക്കും ചിഡോബി മാർട്ടിൻ ഇങ്ങോട്ട് വരാനുള്ള വേറൊരു മെയിൻ കാരണം യുണൈറ്റഡിലോട്ട് വരാനുള്ള വേറൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡിൻ്റെ ഒരു പ്രയോറിറ്റി സ്ട്രൈക്കേഴ്സിൻ്റെ പ്രയോറിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ ശരിക്കും ചിഡോബി മാർട്ടിൻ്റെ മുന്നിൽ യുണൈറ്റഡ് വെച്ച ഒരു സ്ട്രൈക്കർ പ്രയോറിറ്റി ലിസ്റ്റ് എന്ന്
പറയുന്നത് ഫസ്റ്റ് റാസ്മസ് ഹോയിലൻഡ്, സെക്കൻഡ് സിർക്സി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ യുണൈറ്റഡിലെ പ്രയോറിറ്റി സ്ട്രൈക്കർ ആയിരിക്കും ചിഡോ ഒബി മാർട്ടിൻ എന്നുള്ള രീതിയിൽ അത്രയ്ക്കും ഭയങ്കര ഒരു ഓഫർ ശരിക്കും യുണൈറ്റഡ് ചിഡോ ഒബി മാർട്ടിൻ്റെ മുന്നിൽ വെച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ആർസനൽ ഇങ്ങനത്തെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടില്ല. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടെൻഹാഗിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള റൂഡ് വാൻ നിസ്റ്റൽറോയുടെ പ്രസൻസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ ഒരു പ്ലെയറിനെ ഇങ്ങോട്ട് വരാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഇനിയിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു പ്ലെയേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ്റെ എത്ര ടീമുകൾ ഈ ഒരു പ്ലെയറിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു, എന്തുമാത്രം എഫേർട്സ് ഓരോ ടീമുകളും നടത്തി എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് യുണൈറ്റഡ് ഈ ഒരു പ്ലെയറിനെ ഒഫീഷ്യലാക്കുന്നതോടെ ഫാബ്രീസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനിയിപ്പം ബാക്ക് ടു നമുക്ക് ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് ഇനി ഒരു ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ സെയിൽ നടക്കാതെ നമുക്കൊരു ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. 1 in 1 out ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിപ്പ്. അപ്പോൾ അതിൽ നമ്മളിപ്പം സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഡിലീറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിലീറ്റ് വരണമെങ്കിൽ ലിൻഡലോഫോ മഗ്വേറോ ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് പോകണം. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ മസ്റാവി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മസ്റാവി നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ശരിക്കും വാൻ ബിസാക്ക ആ ഒരു വെസ്റ്റാമായിട്ടുള്ള ഡീലൊക്കെ ഫിനിഷ് ചെയ്ത് അങ്ങോട്ട് പോകണം. അതുപോലെ തന്നെ ആ ഒരു മിഡ്ഫീൽഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസമീറോയോ അല്ലെങ്കിൽ മക്ടോമിനെ, ഇപ്പോൾ മക്ടോമിനയ്ക്ക് വേണ്ടിയിട്ടാണ് ഓഫർ കൂടുതൽ വരുന്നത്. ഗലട്ടാസാറെ അതുപോലെ തന്നെ ഫുൾഹാമൊക്കെ ഓഫറായിട്ട് വരുന്നുണ്ട്. ഇതിൽ ഗലട്ടാസാറെ ഒരു 10-15 മില്യന് മുകളിലൊരു ഓഫർ വെക്കത്തില്ല. ഫുൾഹാം പ്രീമിയർ ലീഗ് ക്ലബിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കാശ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഫുൾഹാമിൻ്റെ ഡീലിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് സാധ്യത. സ്കോട്ട് മക്ടോമിനെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ പ്രോബബ്ലി കൂടുതലായിട്ടും ഫുൾഹാമിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഫുൾഹാം ഒരു 25-30 മില്യൺ ഇടയ്ക്ക് പേ ചെയ്ത് സ്കോട്ട് മക്ടോമിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും എന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഈ ഒരു ഡീലൊന്നും നടന്നില്ല. ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് ലോൺ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഔട്ട് ഗോയിങ്സിൻ്റെ ഡീലൊന്നും നടന്നില്ലെങ്കിൽ ശരിക്കും യുണൈറ്റഡ് ലോൺ ഓപ്ഷന് ട്രൈ ചെയ്യേണ്ടി വരും. അതിപ്പം ഉഗാർത്തെ ലോണിൽ വിട്ടിട്ട് ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള രീതിയിൽ നിർബന്ധമായിട്ടും സീസൺ എൻഡിൽ ബൈ ചെയ്യണം എന്നുള്ള രീതിയിൽ PSG തയ്യാറാണ്, ലോണിൽ വിടാൻ തയ്യാറാണ്. അപ്പോൾ അത് ശരിക്കും യുണൈറ്റഡിനെ മറ്റു ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ലോൺ ഓപ്ഷൻ ഉഗാർത്തയുടെ കാര്യത്തിലുണ്ട്. അതുപോലെ മറ്റുള്ള പൊസിഷൻസിൽ ലോൺ ഓപ്ഷന് വേണ്ടി യുണൈറ്റഡ് പോകേണ്ടി വരും. ആരും ഔട്ട് ഗോയിങ്സ് ഇല്ലെങ്കിലത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇഞ്ചുറിയുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആ ഒരു പ്രീ സീസൺ മത്സരത്തിൽ യോറോയ്ക്കും ഹോയിലൻഡിനും ഇഞ്ചുറി ആയിട്ടുണ്ട്. അതിൽ യോറോയുടെ ഇഞ്ചുറി ശരിക്കും അന്നേ ഞാൻ പറഞ്ഞാണ് യോറോയുടെ ഇഞ്ചുറി കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ യോറോ കഴിഞ്ഞ ദിവസം ആ ഒരു പ്രൊട്ടക്റ്റീവ് ബൂട്ടും ക്രച്ചസും ഒക്കെ ആയിട്ട് നടക്കുന്നത് കണ്ടു. യോറോ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. ഹെയർലൈൻ ഫ്രാക്ചർ എന്തോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതുവരെയായിട്ടും ഒരു ഒഫീഷ്യലി ഒരു റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നാലൊരു 3 to 6 വീക്സ് പുള്ളി പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പം നമുക്ക് ഉള്ള റിപ്പോർട്ടൊക്കെ അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ നമ്മൾ ഹോയിലൻഡിൻ്റെ കാര്യത്തിൽ ഹോയിലൻഡിൻ്റെ ഇഞ്ചുറി അത്ര സീരിയസ് ഒന്നുമല്ല. അത് കഴിഞ്ഞ് ഹോയിലൻഡ് നടന്നു പോകുന്നത് വളരെ കാഷ്വലായിട്ട് നടന്നു പോകുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും പുള്ളി തിരിച്ച് ആ ഒരു ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്നാണേലും ട്രെയിനിങ് ഒന്നും പുള്ളി നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട്സൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ പ്രോബബ്ലി ഹോയിലൻഡും അതുപോലെ തന്നെ യോറോ ഏതായാലും കാണത്തില്ല, ഹോയിലൻഡും പങ്കെടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ഹോയിലൻഡ് അത്രയും പെട്ടെന്ന് തിരിച്ചു വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോയെ പറ്റി നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ചെന്നം പിന്നെ പറയുക. ബൈ.